മനുഷ്യനായിട്ട് ജനിച്ചതിൽ എല്ലാ ദിവസവും നന്മ കാണുക. എന്തെങ്കിലും ഒരു നന്മയില്ലാണ്ട്, ഒരു പർപ്പസ് ഇല്ലാണ്ട് ഈ പ്രകൃതിയിൽ ഒന്നുമില്ല. പർപ്പസ് ഇല്ലാത്ത എൻ്റെ ജീവിതം പാഴ്ജന്മം എന്നുള്ളത് വെറും പെസിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് മാത്രമാണ്. പിന്നെ മാത്രമല്ല, കഴിയുന്നത്ര മനസ്സ് ചെതറിപ്പോകുന്ന ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാധനം ഇതാണ് നമ്മളെ ഏറ്റവും ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. എന്തോ ഒന്ന് വന്നു, ഉദാഹരണത്തിന് ഒരു കാൽക്കുലേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു, കൂട്ടി, അത് പറഞ്ഞിട്ട് അത് അവിടെ വെക്കേണ്ടതാ. അപ്പം മെസ്സേജ് നോക്കും. അപ്പം തോന്നും അതിലൊരു ലിങ്ക് കാണും, ക്ലിക്ക് ചെയ്യും, യൂട്യൂബ് കയറും. യൂട്യൂബ് കണ്ടുപിടിക്കുക, ഫേസ്ബുക്ക് പോകും. പിന്നെ അവിടെ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞു. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം ഈ നമ്മളറിയാണ്ട് നമ്മളെ പറിച്ചെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇത് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും വെറുതെ ചിന്തിച്ചാൽ നടക്കില്ല. അതിനാണ് ഈ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ. ഇന്നതൊന്നും ആർക്കും ഇല്ല. ഇൻട്രോസ്പെക്റ്റീവ് ജേർണലിംഗ് എന്ന് പറയും. സാധാരണ മാർഗത്തിൽ പോകുന്ന ഒരാൾ ഒരു ആധ്യാത്മിക ഡയറി സൂക്ഷിക്കണം പറയും. വിവേകാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് വരുന്ന അനുഭവങ്ങൾ നമ്മുടെ മനസ്സ് പതറിപ്പോയിട്ടുള്ളത് പ്രലോഭനം വന്നതിൻ്റെയൊക്കെ സൂചനകളായിട്ടെങ്കിലും 10 പേർക്ക് മനസ്സിലാവാൻ പാടില്ല, നമ്മുടെ രഹസ്യമൊക്കെ അറിയും. അത് എഴുതി വയ്ക്കണം. അതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സൂചനകളും അതിലുണ്ടാവണം. അപ്പം എന്താ വെച്ചാൽ, നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 2 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടുന്ന് എവിടെ എത്തി എന്ന് നമുക്ക് എവിടുന്ന് എവിടെ എത്തി എന്നും ചിന്തിക്കാം. ഇതും മനസ്സിലാവും. നന്നായോ ചീത്തയോ, തമിഴ് പറഞ്ഞത് എപ്പിടി ഇരുന്നരാൻ ഇപ്പിടിയായിട്ടേ എന്ന് പറയില്ല, അതുപോലെ അല്ലാതെ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു വാല്യുവേഷൻ നമുക്കുണ്ടാവും. അത് വേണം. അതിനാണ് ഈ ഡയറിയിൽ എഴുതുന്നത്. നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെ നമ്മൾ അവിടെ കുറിച്ച് വയ്ക്കുക. ഒരിക്കലും അവനവൻ്റെ അനുഭവങ്ങളെ ഗുരുവിനോട് പോലും നല്ലോണം ആലോചിച്ചിട്ടേ പറയാവൂ. 10 പേരെടുത്ത് പറഞ്ഞു നടക്കരുത്. വഴി കൂടെ പോണവരോട്. ഇപ്പം എൻ്റെ അടുത്ത് ചെല്ലു തൊട്ട് പറയും, സാറേ എനിക്കൊരു ഇന്ന അനുഭവം പറയാൻ, ഞാൻ പറയും, നിങ്ങളത് പറയണ്ട. ഭഗവാൻ നിങ്ങൾക്ക് തന്ന ഐസ്ക്രീം അത് നുണഞ്ഞ് കഴിച്ച് മിണ്ടാണ്ടിരുന്നോളാം. അതെന്ന് പറയണോ ആ അനുഭവത്തിൻ്റെ ഗുണം പോകും. പറയരുത്. പറയാവുന്ന ചിലതുണ്ട്, അതിൻ്റെ തിൻ ലൈനാണ് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതിന്. അതിന് ആദ്യം വേണ്ടത് വിവേകവും ഔചിത്യമാണ്. സാധന ചെയ്യണവന് അത് കൃത്യമായിട്ട് പറയണോ വേണ്ടയോ എന്ന് തോന്നുകയും ചെയ്യും. അപ്പൊ കലിയുഗത്തിൽ വേണ്ടത് സിംപ്ലിഫിക്കേഷനാണ്. ആധ്യാത്മികത കോംപ്ലിക്കേറ്റ് ചെയ്യും. കലിയുഗം നമുക്ക് പറഞ്ഞുതരാം. കലിയുഗ വേറൊന്നുമല്ല, തമോ ഗുണം അധികരിച്ചിരിക്കണ മനുഷ്യൻ ലളിതമായ ആധ്യാത്മിക മാർഗങ്ങൾ തുടരണം. അത്രേ ഉള്ളൂ ലെസൺ. അതിന് നമ്മൾ വലിയ കലിയുഗം എന്നൊന്നും വിളിക്കണ്ട. തമോ ഗുണം അധികരിച്ചിരിക്കണ ആരാണ്, എന്താണ്, എപ്പോഴാണെന്ന് നമുക്ക് തന്നെ അറിയാം നന്നായിട്ട്. നമുക്ക് എപ്പോഴാണ് തമോ ഗുണം ഉള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്.